CCTV ദൃശ്യങ്ങളിൽ പുലിയെ കാണുന്നത് ഈ ഭാഗത്താണ്. കോഴിക്കോടിനോട് ചേർന്ന പ്രദേശം. 6 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും ഒരു 500 മീറ്റർ മാറി മനോജ് എന്ന ആളിൻ്റെ വീടിൻ്റെ പരിസരത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു. കെട്ടിയിട്ടതോ കൂട്ടിൽ അടച്ചിട്ടുള്ളതോ ആയ ജീവികളെ പിടിക്കുന്നത് ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയ വന്യമൃഗങ്ങളാണ്. പാക്കണ്ടത്ത് തുടർച്ചയായ ദിവസങ്ങളിലെത്തി കോഴികളെ പിടിച്ച പുലി ഇത്തരത്തിലുള്ളതാണ്. ദൃശ്യങ്ങളിലുള്ള പുലിക്ക് സാമാന്യം വലിപ്പവുമുണ്ട്. അതിനാൽ തന്നെ പാക്കണ്ടത്ത് കൂടുതൽ വളർത്തുമൃഗങ്ങൾ ആക്രമണത്തിന് ഇരയാകാനുള്ള സാധ്യതയുണ്ട്. ഒരു 7 മാസമായിട്ട് ഒരു 10-23 കോഴി നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മിക്കവാറും ഒരെണ്ണത്തിനും ഈ കാല് നഷ്ടപ്പെടുമ്പോൾ അതിങ്ങനെ ചത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പം ഇതിനകത്ത് അടുപ്പിച്ച് 3 ദിവസം നമുക്കിത് ക്യാമറയിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് കറക്റ്റ് തെളിവ് മനസ്സിലായി ഈ പുലി തന്നെയാണ്. പൂമരുതിക്കുഴി പൊന്മേലിൽ വീട്ടിൽ സതീഷും ഭാര്യ രേഷ്മയും വളർത്തുന്ന നായ 2 വയസ്സുകാരി ഡോറ. ഡോറയെ പിടിക്കാൻ വേണ്ടി എത്തിയ പുലിയാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് വരെ കയറിയത്. പൂമരുതിക്കുഴിയിൽ ഇറങ്ങിയത് ഇരയെ പിന്തുടർന്ന് പിടികൂടാൻ ആരോഗ്യമുള്ള പുലിയാണ്. അതിനാൽ തന്നെ 2 ഇടങ്ങളിലും കനത്ത ജാഗ്രത വേണ്ടതുണ്ട്. പൂമരുതിക്കുഴിയിൽ കെണി വെച്ചുവെങ്കിലും ഇരയായി ആടിനെ കിട്ടിയിട്ടില്ല. നേരത്തെ പുലി ഇറങ്ങി എന്ന് പറയുമ്പോൾ ജസ്റ്റ് വന്ന് വീടിന് വെളിയിൽ ആടിനെ പിടിക്കുക അല്ലെ പട്ടിയെ പിടിക്കുക അങ്ങനെ പോവുകയായിരുന്നു. ഇതിപ്പോൾ അതല്ല സ്ഥിതി. ഇതിപ്പം വീടിനകത്ത് കയറി അമ്മയും കുഞ്ഞിനെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയ ഒരു സാഹചര്യം. അതൊരു വളരെ ആശങ്കയാണ്. കാരണം കേൾക്കുന്നവർക്കൊരു വാർത്തയായിരിക്കും, പക്ഷേ അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ വേദനയാണ്. ഒരു അമ്മയുടെ നിശ്ചയദാർഢ്യമാണ് ഇന്നലെ ആ കുഞ്ഞിനെ രക്ഷപ്പെടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കെണിവെച്ച ഇടങ്ങളിലെല്ലാം പുലി കുടുങ്ങിയതാണ് കലഞ്ഞൂരിൻ്റെ ചരിത്രം. അതിനാൽ തന്നെ വനം വകുപ്പ് നീക്കത്തിന് ഫലം അകലെയല്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം 2 ഇടങ്ങളിൽ പുലിയെ കണ്ടുവെങ്കിലും ഒരിടത്ത് മാത്രം കൂട് സ്ഥാപിച്ചതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മന്ത്രി വന്ന് പറഞ്ഞത് ഇവിടെ 3 മാസത്തിനകം ഇവിടെ 18 കിലോമീറ്റർ സ്ഥലം കോന്നി ഇതിൻ്റെ കീഴിൽ കോന്നി DFOയുടെ കീഴിൽ 18 കിലോമീറ്റർ സ്ഥലം ഫെൻസിംഗ് ഉണ്ട്. MLA സൈത വന്നു. ആ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിയും പേടിക്കണ്ടെന്നാണ് പറയുന്നത്. പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ അടുത്ത ഒരു വർഷമാകാൻ പോകും. പാക്കണ്ടത്ത് കൂടി കൂട് വയ്ക്കാൻ ആലോചനയുണ്ടെന്നാണ് പാടം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അധികൃതർ വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.